തുടരും സിനിമയുടെ തിരക്കഥയ്ക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സംവിധായകനായ AP നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം ഈ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തത്. നമസ്കാരം നന്ദകുമാർ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. AP വർക്ക് എന്ന് പറയുന്നത്. വയ്യ 2 ദിവസമായിട്ട് പനി, തൊണ്ടകുമ്പരം ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ ആശുപത്രി ചെന്നിട്ട് വർക്കൗട്ടാകില്ല. ഇപ്പോൾ വീണ്ടും വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 11 മണിയുടെ ഷോ കാണാൻ വേണ്ടി പോയിരുന്നു, തുടരും എന്ന് പറഞ്ഞിട്ട് പടം. അപ്പോൾ അതിൻ്റെ കഥ ആക്ച്വലി എൻ്റെ കഥയാണ്. അപ്പോൾ എൻ്റെ കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാമൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ ഹരീഷ് രാജമോഹൻ ചേട്ടനോട് പോയി പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കഥ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ബാലയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് മാസ്റ്ററാണ് നമ്മുടെ സിനിമയിലേക്കുള്ള. ഈ ഗുരുക്കൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് അതിന് 2-3 പോർഷൻസൊക്കെ ഞാൻ അതായത് MLA ജംഗ്ഷൻ എന്ന് പറയുന്ന സിനിമ ഞാൻ യൂട്യൂബ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണ സമയത്ത്. അത് കഴിഞ്ഞിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷൂട്ടും ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് കഥയും അങ്ങനെ തന്നെയുണ്ട്. നന്ദകുമാറാണ്. ഞാൻ അതിൻ്റെ ബാക്കപ്പ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സിനിമയുടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന കഥയുടെ ബാക്കപ്പ് ഫയൽസ്, അതായത് മെയിലിൻ്റെ ഡേറ്റ, വാട്സപ്പിൻ്റെ ഡേറ്റ, കോൾ റെക്കോർഡിങ്സ്, എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡേറ്റ, എല്ലാ ഡിജിറ്റൽ എവിഡൻസും ഞാൻ നിലവിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അത് ചെയ്തത് ഭയങ്കര മോശമാണല്ലോ. കാര്യം ആ കഥ ആര് പറഞ്ഞാലും അതെൻ്റെ കഥ, സീൻസ് പോലും വ്യത്യാസമില്ലല്ലോ. ഞാനിപ്പം 2-3 സീൻസ് എടുത്ത് ഞാൻ എൻ്റെ പടത്തിൻ്റെ സീൻസ് ആണല്ലോ, എൻ്റെ സ്ക്രിപ്റ്റിലുള്ള സ്ക്രീൻഷോട്ട്. എന്തായാലും അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ മീറ്റിംഗ് നടത്തി ന്യൂസ് ചാനലുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഡ്രൈവിലെ ആക്സസ് പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കുറച്ച് സീൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും ഇപ്പം ചാനലുകാരൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ന്യൂസുകൾ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഏത് നല്ലൊരു പടം ഇറങ്ങുമ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഇതിനും നെഗറ്റീവ് ന്യൂസ് ഉണ്ടായാലും പടത്തിനെ ബാധിക്കാതെ പടത്തിന് പോസിറ്റീവായിട്ട് ന്യൂസുകളെല്ലാം ബാധിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി